salah. Salah. Pazık biji. Ilatke para. Angale madi. വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പോൾ നമ്മളുള്ളത് നമ്മുടെ കല്യാൺ സിൽക്സിലാണ്. ആൻഡ് ഇന്നറിയാലോ പുതിയക്കാവ് പൊങ്കാലയാണ്. സോ കല്യാൺ സിൽക്സിൻ്റെ ആ സ്റ്റാഫ്സിനായിട്ടുള്ളതാണ് ഇവിടെ ഈ അടുപ്പൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത്. എല്ലാവരും വന്ന് തുടങ്ങുന്നുണ്ട്. ആൾക്കാരൊക്കെ വന്നിങ്ങനെ റെഡി ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും വന്നത് ഈ ഒരു പൊങ്കാല കാണാനായിട്ട്. ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത് കാണുന്നതാണ് കേട്ടോ. സാധാരണ ടി വിയിൽ ജസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് ഫസ്റ്റ് ടൈം ഞാൻ നേരിട്ട് വന്നു കാണുകയാണ്. ആൻഡ് കല്യാൺ സിൽക്കിൻ്റെ ഇവിടെ പൊങ്കാല ഇടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നു കാണാനായിട്ട്. സോ ഫസ്റ്റ് ടൈം ആൻഡ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. നിങ്ങൾ കല്യാൺ സിൽക്സിൽ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്ന സ്റ്റാഫ്സിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ നല്ല സുന്ദരികളായിട്ട് മുല്ലപ്പൂ വെച്ചിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ കോഫി കുട്ടിയാണ് കേട്ടോ. എനിക്ക് നല്ല അടിപൊളി കോഫി കൊണ്ട് തരുന്നത്. ആൻഡ് ഇത് നമ്മുടെ കല്യാണിലെ സ്റ്റാഫ് തന്നെയാണ്. അപ്പോൾ ഇവർ യൂണിഫോമിലല്ലാതെ നല്ല സുന്ദരി കുട്ടികളായിട്ട് എനിക്കും കൂടി കാണാൻ കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. ആൻഡ് ഇവർ പൊങ്കാല ഇടുന്നതൊക്കെ എനിക്കിന്ന് ഇവിടെ നിന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്കും അത് കാണാൻ പറ്റും. ഇവിടെ പൊങ്കാലയ്ക്കുള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ കല്യാൺ സിൽക്സിലെ സ്റ്റാഫ്സ് ഒക്കെ നിന്ന് ഒരുക്കുകയാണ്. ഞാൻ കാണിച്ചു തരാട്ടെ, എല്ലാവരും ആവട്ടെ. കലത്തിനകത്ത് വെള്ളമൊക്കെ എടുത്തിട്ട് ഇതേ പോകുന്നു. ഇത് അനീഷ, ഇത് കല്യാൺ സിൽക്സിലെ മറ്റൊരു ഫ്രണ്ടാണ്. ചുരിദാർ മെറ്റീരിയൽ സെറ്റ്സിലാണ് കേട്ടോ നിൽക്കുന്നത്. ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടാ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. ഓക്കെ, അവളെ വിടട്ടെ. എല്ലാവർക്കും എന്തോ ഹാപ്പി പൊങ്കാല. ഇവിടെ പൂവൊക്കെ ഇങ്ങനെ ഇതെല്ലാം എടുത്ത് ഇങ്ങനെ ഇടുകയാണ്. ഇവിടെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് കണ്ടോ. നാരങ്ങ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ദേ ഇവിടെ ഒരു അമ്മ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഗണപതി ഭഗവാനുള്ളതാണ്. ഇവിടെ ദേ വേറെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഹായ്, ഞങ്ങളെ കാണണം. ഓക്കെ. ആൻഡ് കല്യാണിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. അതേ കണ്ടോ അവിടെ ഇങ്ങനെ ഒരുക്കുന്നത്. ഞാൻ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് അത് വീഡിയോയിൽ വരാഞ്ഞേ. അവിടെയും അവിടെ സ്റ്റാഫ്സൊക്കെ നിന്ന് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കണ്ടോ അവിടെ ഇങ്ങനെ ഫ്ലെക്സൊക്കെ വെച്ച് പുതിയക്കാവലമ്മ അല്ലേ അമ്മ, പുതിയക്കാവലമ്മയുടെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. എനിക്കിതിങ്ങനെ പറയുന്നതെന്നൊന്നും അറിയില്ല, ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഒട്ടും തന്നെ അറിയത്തില്ല. എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇത് കാണുന്നതിൻ്റെ. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കലവൊക്കെ ഒരുക്കി ഇത് എല്ലാവരും നിൽക്കുന്നുണ്ട്. പൂവാക്കിയിട്ടില്ല, ചന്ദനം തൊട്ട് വെച്ചിട്ടേ ഉള്ളൂ കലമൊക്കെ. നാരങ്ങ വിളക്കിനുള്ളത് ആക്കി വെച്ചിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്ത് നിന്ന് കാണുന്നത്. കൊള്ളാം. വിളക്കും ഇതുമൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതെങ്ങനെയാണെന്നൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വീഡിയോ എടുക്കുന്നതാണ്. ഇതെനിക്ക് ഭയങ്കര മെമ്മറി ആയിട്ടുള്ളതാണ്. എപ്പോൾ എടുത്ത് നോക്കിയാലും കാണാമല്ലോ ഇതൊക്കെ ഇങ്ങനെ കണ്ടതും വീഡിയോ എടുത്തതും ഒക്കെ. സോ ആ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. കണ്ടോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ബട്ട് ഞാൻ ആദ്യമായിട്ട് വന്ന് നിന്ന് കാണുന്നത്. സോ എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. കാരണം കല്യാൺ സിൽക്സിൽ ഇങ്ങനെ ഒരു പൊങ്കാലയുടെ ഇത് വന്നിട്ട് എനിക്ക് കാണാൻ ചാൻസ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഓടി വന്നതാണ്. കാരണം എനിക്ക് ആറ്റുകാൽ അമ്മയുടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണമെന്നുള്ളത്. അതിതേ കല്യാൺ സിൽക്ക് മൂലം എനിക്ക് സാധിച്ചു. അമ്മ ഇവിടെ മണ്ടപ്പുറ്റ് അത് ചെയ്യുന്നുണ്ട്. കാണാനുള്ള ഭാഗ്യം കിട്ടി. ഞാനിങ്ങനെ ടി വിക്കകത്ത് ആറ്റുകാൽ അമ്മയ്ക്ക് ഇങ്ങനെ അതിങ്ങനെ പാത്രത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്. ബട്ട് അതിങ്ങനെ ചെയ്യുന്നത് ഞാനിങ്ങനെ നേരിട്ട് കണ്ടോ. അതിന് വേണ്ടിയിട്ട് കുഴക്കുന്നതാണ് കാണുന്നത്. ഇതെനിക്ക് കല്യാൺ സിൽക്കിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വെയിലായിട്ടില്ല, കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ വെയിലാകും. എന്തെങ്കിലും ഞാൻ ഇതെടുത്ത് വെച്ചു. തുടങ്ങിയിട്ടില്ല, ഇപ്പം ടൈം 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ. ഇവിടെ ഒരു മോള് ഇരിപ്പുണ്ട്. ഈ മോക്കും പൊങ്കാല ഇടാൻ അറിയില്ല. ആൻഡ് ഒരു മിനിറ്റോളം ഇവിടെ എനിക്കൊരു മോളൂട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഈ മോളക്കൂട്ട് തന്നെയാണ് ഞാനും. എനിക്കും പൊങ്കാലയുടെതൊന്നും അറിയില്ല, അവൾക്കും അറിയില്ല.
അറിയോ മോക്ക്? മുമ്പ് കണ്ടിട്ടുണ്ടോ മോള്? ആദ്യമായിട്ടാണോ കാണുന്നത് മോള്? ആണോ? എന്താ ചക്കരയുടെ പേര്? ഇഷാനി. ഇഷാനി എന്നാണ് കേട്ടോ ഈ മോളെ പേര്. അവള് ഇരുന്ന് അത്ഭുതത്തോടു കൂടി ഇതൊക്കെ കാണുകയാണ്. ആൻഡ് ഞാനും അതേപോലെ തന്നെ കേട്ടോ, വലിയ സെലിബ്രിറ്റീസാ. അപ്പൊ ദേ ഈ കുഞ്ഞു മിടുക്കി ഞാനുമായിട്ട് ഉണ്ട്. ഞങ്ങള് രണ്ടുപേരും ഇവിടെ വന്ന് നിന്ന് ഇതൊക്കെ വന്ന് നിന്ന് കാണുകയാണ് അല്ലേ മോളെ? അവളും ഫസ്റ്റ് ടൈം കാണുന്നു, ഞാനും ഫസ്റ്റ് ടൈം കാണുന്നു. ഇവിടെ അമ്മ ഇരുന്നിട്ട് ഈ കാലിന് ആ ഒരു ഇതുണ്ടല്ലോ, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ പറഞ്ഞു തരാനായിട്ട്. ആ ഒരു ഇത് ഉണ്ടാക്കി എന്നതാണ് കണ്ടോ. അമ്മ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാത്തത് കൊണ്ട് പറയാൻ അറിയാത്തതാണ്. ഇനി എന്തെങ്കിലും ഞാൻ തെറ്റിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് കണ്ടോ, അമ്മ ഇരുന്ന് എത്ര ഭംഗിയായിട്ടാ ചെയ്യുന്നേ. അമ്മ ഇത് കണ്ടോ, ഇതാ ഇങ്ങനെയൊക്കെ. ഇത് നിങ്ങൾക്ക് അറിയാട്ടോ എന്താണെന്ന്, എനിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണേ. ഉണ്ട പിടിച്ചിട്ട് മുന്തിരിങ്ങയാണല്ലേ വെക്കുന്നത്. എന്നെ പോലെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ ഇതൊക്കെ റെഡിയാക്കുന്നത്. ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ടി വിക്കകത്ത് പാത്രത്തിൽ വെച്ച് കണ്ടിട്ടേ ഉള്ളൂ. കണ്ണ് വെച്ച്, കണ്ണാണോ അറിയത്തില്ല. ഓക്കെ, നമുക്ക് അമ്മയെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഞാൻ കണ്ടപ്പോൾ കാണിച്ചു തന്നതാണ്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാത്തവർ. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. അമ്മയുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയേ. ഇത് മണ്ടപ്പുറ്റാണ്. തലവേദന, മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് അത് മാറാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് നേർച്ച ഇടുന്നതാണ്. അമ്മ മരുമക്ക് വേണ്ടിയിട്ട്. ഇതുമല്ല അമ്മയാ. അമ്മ എത്ര നേരമായിട്ടിരുന്ന് ചെയ്യാണെന്ന് അറിയാവോ? ഭാഗ്യവതിയാണ്. ഈ അമ്മയാണ് കേട്ടോ അമ്മയുടെ മരുമക്ക് വേണ്ടിയിട്ട് ഇത്രയും സ്നേഹത്തോടുകൂടി ഇരുന്ന് ചെയ്യുന്നേ. ഇവിടെ വേറൊരു മോള് വരുന്നിട്ട് മണ്ടപ്പുറ്റ്, അപ്പം അത് തയ്യാറാക്കുന്നതാണ്. ആ അമ്മ മാത്രമല്ല കേട്ടോ ചെയ്യുന്നേ. ഞാൻ ഇവിടെ നിന്ന് കണ്ടതാണ് ഈ മോള് ഇതൊക്കെ ഇരുന്ന് റെഡിയാക്കുന്നേ. നമ്മുടെ കല്യാൺ സിൽക്സിൽ തീ കത്തിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കല്യാണിലെ സ്റ്റാഫ് ഇരുന്ന് നിലവിളക്ക് കത്തിക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഇവിടെ നല്ല വെയിലായിട്ടുണ്ട്. എന്നുവെച്ചാൽ വെയിൽ തിരിഞ്ഞിട്ടാണ് ആ കുട്ടികൾ ഇത് കത്തിക്കുന്നത് കേട്ടോ. ആൻഡ് ഇവിടെ റോഡ് സൈഡിലും കല്യാൺ സിൽക്സിൻ്റെ കുട്ടികൾ നിന്നിട്ട് അവിടെയും ദേ എല്ലാവരും പ്രിപ്പറേഷൻ തിരക്കിലാണ്. എല്ലാവരും അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ആൻഡ് ഞാൻ ഇപ്പുറം ചാടിയത് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ അപ്പുറത്തെ സൈഡ് ചാടാൻ പോവുകയാണ്. അവിടെ എങ്ങനെയാണെന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെ ഫുള്ളാകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഈ സൈഡ് ചാടുന്നതായിരിക്കും, ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇവിടെയുള്ള ഇത് കാണണ്ടേ.
നാരങ്ങ വിളക്ക് കത്തുന്നത്. ഈ കുഞ്ഞുമോളും പൊങ്കാല ഇടാൻ വന്നതാണ് കേട്ടോ. അപ്പൊ ഈ കുഞ്ഞുമോള് പൊങ്കാല ഇടുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ചെയ്യുന്നത് കാണാനായിട്ട്. സോ ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം. മോള് പൊങ്കാല ഇടാൻ പോവുകയാണ് കേട്ടോ. കലത്തിൽ തിളച്ചു തുടങ്ങി. ഞാൻ ഇവനുമാണ് കല്യാണില് ഫസ്റ്റ് വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. എന്തോ ഒരു പേര് അബി. ഇവിടുത്തെ കല്യാണിലെ സ്റ്റാഫിന്റെ മോനാണേ അല്ലേ? കല്യാണിൽ വർക്ക് ചെയ്യുന്നില്ലേ? ആണ്, ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാനും ഇവനും കൂടി അവൻ ഇങ്ങനെ ഇവിടെ വന്നിരുന്നിട്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അമ്മ ഇവിടെ ഉണ്ട് പൊങ്കാല ഇടുന്നതിന്റെ കൂട്ടത്തില്. സോ മോന്റെ പേരെന്തുവാ? അബി. അബി. ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് സ്കൂളില്? എവിടെ? എനിക്കറിയത്തില്ല സ്കൂള്. എവിടെ മോനെ? പരവൂര് കഴിയുമ്പോഴുള്ള സ്കൂളാട്ടോ. ഞങ്ങള് രണ്ടുപേരെയും ഒരേ ഫ്രെയിമിൽ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ കിട്ടി. ശർക്കര പൊങ്കാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ശർക്കര ഇടുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് ഓട് വന്നത് ഇത് വീഡിയോ എടുക്കാൻ. എൻ്റെ ഏറ്റവും വലിയ മെമ്മറി ആയിരിക്കും ഈ ഒരു വീഡിയോ. ഇത് ശർക്കരയുടെ കൂടെ പഞ്ചസാര ഇടുന്നതാണ്. ചേച്ചി പറഞ്ഞു ഒന്ന് ത്രിമധുരം അങ്ങനെയാണ്. ഓക്കെ, അതായത് പഞ്ചസാര നെയ്യ് എല്ലാം ചേർക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ത്രിമധുരം എന്ന് പറയുന്നതെന്നാണ് ചേച്ചി പറഞ്ഞു തന്നത്. ഏലക്ക പൊടി ഇട്ടിട്ട് പിന്നെ ആ ചേച്ചിമാരെ ഇളക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ശർക്കര തട്ടിക്കഴിഞ്ഞു കേട്ടോ.
ശർക്കര ഇരിക്കുന്ന കണ്ടുകൊണ്ട് വന്നതാണ്. ബട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഫോൺ എടുത്ത് റെഡി ആയപ്പോഴത്തേക്ക് ഇവിടെ ശർക്കര ഇവിടെ ഇട്ട് കഴിഞ്ഞു. കല്യാൺ സിൽക്സിൽ നിന്നും പൊങ്കാല ഇടുന്നവർക്ക് ഇതേ വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ പൊങ്കാലയുടെ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ മൊമെൻ്റ് ആണ് ക്ഷേത്രത്തിൽ വന്ന് ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതുമെല്ലാം എനിക്ക് അവിടെ നിന്നിട്ട് കാണാനായിട്ട് പറ്റിയിട്ടോ. അപ്പോൾ ഞാൻ കല്യാൺ സിൽക്സിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇനി എന്താണ് ക്ഷേത്രത്തിൽ ആ ഒരു പോറ്റി വന്നിട്ട് കല്യാൺ സിൽക്സിൻ്റെ അവിടെ വന്നിട്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എനിക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റിയതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എനിക്ക് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ പുതിയകാവിൽ അമ്മയുടെ ആ ഒരു പൊങ്കാലയ്ക്ക് എനിക്ക് അതൊക്കെ തന്നെ കാണാൻ പറ്റി. സോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സോ ബൈ.